ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിനോടനുബന്ധിച്ച് ആറ്റിങ്ങലിൽ പത്രസമ്മേളനം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് 2023 ഡിസംബർ 21 വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആറ്റിങ്ങൽ മാമം മൈതാനിയിലാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളും വിപുലമായ വിളംബര ജാഥ കൃത്യതയോടുകൂടി നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഈ ജനകീയ സദസ്സ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള വിളംബര ജാഥകൾ ഉൾപ്പെടെ പഞ്ചായത്തുകളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ സംഘാടക സമിതിയുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ നാട്ടിനും നമ്മുടെ 25 വർഷം നമ്മുടെ കേരളം എങ്ങനെയായിരിക്കണം, ഒരു നവകേരള സൃഷ്ടിക്ക് രൂപം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് 16 ശേഷം നടപ്പിലാക്കിയ പദ്ധതികൾ, അത് കഴിഞ്ഞ് നമ്മുടെ നാട് 25 വർഷത്തേക്ക് നമുക്ക് എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു നവകേരള സദസ്സുമായി നമ്മുടെ ഓരോ മേഖലയ്ക്കും എന്തെല്ലാം മാറ്റങ്ങൾ വേണം. പൊതുവിദ്യാഭ്യാസത്തിൽ നമ്മൾ മാറ്റങ്ങൾ ഒരുപാട് വന്ന് രാജ്യത്തിനാകെ മാതൃകയായി നിൽക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉന്നത വിദ്യ അങ്ങനെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ മണ്ഡലം ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു നവകേരള സൃഷ്ടിക്ക് രൂപം കൊടുക്കുവാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മുടെ അടുത്തെത്തുകയാണ്. അതിന് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിലെ എല്ലാ ആളുകളും സഹകരിച്ചുകൊണ്ട് വൻപിച്ച് വിജയമാക്കുവാൻ എല്ലാവരും എത്തിച്ചേരണമെന്ന അവസരത്തിൽ പറയുകയാണ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നുമുള്ള ആളുകൾ സദസ്സിൽ പങ്കെടുക്കും. നവകേരള സദസ്സിനോടനുബന്ധിച്ച് വിപുലമായ അനുബന്ധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിക്കറ്റ് മത്സരം, മാരത്തോൺ, ഷട്ടിൽ ബാഡ്മിന്റൺ, ഖോ-ഖോ, ബോക്സിംഗ് എന്നീ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കൂടാതെ 2023 ഡിസംബർ 17 തീയതി മുതൽ 19 തീയതി വരെ കരാട്ടെ ചാമ്പ്യൻഷിപ്പ്, മെഗാ തിരുവാതിര, ബൈക്ക് റാലി, വിളംബര ജാഥ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വരുന്ന 25 വർഷം, ആ 25 വർഷത്തിനുള്ളിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ മധ്യവരുമാനക്കാരുടെ ജീവിതതലം കേരളത്തിൽ വേണം. അതാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ മധ്യവരുമാനക്കാരുടെ വികസനം കേരളത്തിൽ വേണം എന്നതാണ് LDF ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് വിശദീകരിക്കുന്നത്. അതിവിപുലമായ സന്നാഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെമ്പാടും ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ തന്നെ അതിശയപ്പെടുകയാണ്. ഇത്രയും വലിയ ആൾക്കൂട്ടം, 15,000, 20,000, 30,000. ഈ മണ്ഡലത്തിലും ഒരു 25,000 പേര് നിർബന്ധം വരും എന്നാണ് നമ്മൾ കാണുന്നത്. അതാണ് വീട്ടുമുറ്റ കൂട്ടായ്മയിൽ നമുക്കുള്ള അനുഭവം. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ഭാവി വികസനം. കൗണ്ടറുകളാണ് പരാതി സ്വീകരിക്കുന്നതിനായി നവകേരള സദസ്സിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കൗണ്ടർ ഭിന്നശേഷിക്കാർക്കും, 3 കൗണ്ടറുകൾ മുതിർന്ന പൗരന്മാർക്കും, 8 കൗണ്ടറുകൾ സ്ത്രീകൾക്കുമായി ഒരുക്കും. മറ്റ് 8 കൗണ്ടറുകൾ എല്ലാവർക്കും പരാതി സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുക. വീട്ടുമുറ്റ കൂട്ടായ്മകൾ നമ്മൾ കൂടുന്നുണ്ട്. അതായത് ഒരു വാർഡിൽ മിനിമം 3 കൂട്ടായ്മകൾ, ചില വാർഡുകളിൽ അതിൽ കൂടുതൽ കൂട്ടായ്മകൾ നമ്മൾ കൂടിയിട്ടുണ്ട്. ആ വീട്ടുമുറ്റ കൂട്ടായ്മകളിൽ ലഭിച്ച അപേക്ഷകൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ തന്നെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ മാറ്റിവെച്ചിരിക്കുന്ന അപേക്ഷകൾ അന്ന് നമ്മുടെ ഇവിടെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 20 കൗണ്ടറാണ്. സർപ്പൻറ്റൈൻ കൗണ്ടറാണ്. അതായത് നമ്മൾ ശബരിമലയിൽ ക്യൂ നിന്ന് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കുന്നത് പോലെ ഈ സർപ്പൻറ്റൈൻ ക്യൂവിൽ നിന്നുകൊണ്ട് ആണ് നമ്മൾ ഏത് കൗണ്ടറിലാണോ വേക്കൻസി ഉള്ളത്, അതായത് 20 കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൗണ്ടർ ഭിന്നശേഷിക്കും, 3 കൗണ്ടർ മുതിർന്ന പൗരന്മാർക്കും, 8 കൗണ്ടറുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. 8 കൗണ്ടർ ജനറൽ കൗണ്ടറാണ്. അവിടെ ആർക്ക് വേണോ അപേക്ഷ കൊടുക്കാം. ഈ സർപ്പൻറ്റൈൻ ക്യൂവിലൂടെ വന്ന് ഈ കൗണ്ടറിലെത്തി നമ്മൾ ആപ്ലിക്കേഷൻ വാങ്ങുമ്പോൾ ആപ്ലിക്കേഷനിൽ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കും. ആപ്ലിക്കേഷനിൽ വ്യക്തമായ മേൽവിലാസമുണ്ടോ എന്ന് പരിശോധിക്കും. ആപ്ലിക്കേഷൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രതിനിധീകരിച്ചുള്ളതാണ്, അതിലെ കണ്ടൻറ്റ് എന്താണ് എന്നെല്ലാം പരിശോധിച്ച് വാങ്ങി അവർക്ക് പ്രോപ്പറായിട്ട് റെസിപ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതൊരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യും. ഈ രജിസ്റ്റർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെല്ലാം ഓൺലൈനായിട്ട് നമ്മൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ അപേക്ഷകൾ പോകേണ്ടത് കൃത്യമായി ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ അപേക്ഷ നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിപുലമായ ഒരു സംവിധാനമാണ് മാമം ഗ്രൗണ്ടിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. വരുന്ന അപേക്ഷകർക്ക് ആർക്കും തന്നെ വെയിലൊന്നും കൊള്ളാത്ത തരത്തിൽ അവർ പൂർണ്ണമായും പന്തലിനകത്ത് ഇരിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് റെസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമെല്ലാം 35 മീറ്റർ നീളത്തിലും 25 മീറ്റർ വീതിയിലുമാണ് ഈ ആപ്ലിക്കേഷൻ കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അത് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും എന്ന് വേണ്ട എല്ലാ
രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നടത്തുന്ന ബൃഹത്തായ ഒരു പരിപാടിയാണ്. അത് ഇന്ത്യയിലും ലോകത്തും പുതുമയാർന്നൊരു പരിപാടിയാണ്. 2023 ഡിസംബർ 20 ബുധനാഴ്ചയാണ് നവകേരള സദസ്സ് ജില്ലയിലേക്ക് പ്രവേശിക്കുക. വർക്കലയിലെ നവകേരള സദസ്സ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആറ്റിങ്ങലിൽ എത്തും. ജനങ്ങളെ മുഴുവൻ ഉത്സവച്ഛായയോടുകൂടി ഇത് കണ്ടെത്തുവാൻ, അവരുടെ പരാതികൾ പരിഹരിക്കപ്പെടാൻ, വികസനത്തിനൊരു പുതിയ കാൽവയ്പ് നൽകിക്കൊണ്ട് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മഹത്തായ യജ്ഞമാണിത്. ഒരു വലിയൊരു യജ്ഞമാണ്. കേരളം ഒരുപാട് മാറുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അതായത് ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പണി പൂർത്തിയായി. അതുപോലെ എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്കുള്ള ഈ പൈപ്പ് ലൈനിൻ്റെ പണികൾ പൂർത്തിയായി. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് മുഴുവനും ഗ്യാസ് സിസ്റ്റം ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈൻ വഴിയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾക്ക് കേരളം മുഖം കൊടുക്കുകയാണ്. അതിൻ്റെ നാഥനെന്ന നിലയിലാണ് ഒരു ഗവൺമെൻറ്റും അതിൻ്റെ തലവനെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഈ പ്രദേശത്ത് എത്തപ്പെടുകയും ഒരു മഹത്തായ സംരംഭമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. രാവിലെ മാമം SS പൂജ കൺവെൻഷൻ സെന്ററിൽ ആറ്റിങ്ങൽ, വർക്കല, നെടുമങ്ങാട്, ചിറയിൻകീഴ്, വാമനപുരം എന്നീ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 50 പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ച് പ്രഭാത യോഗവും ചേരുമെന്നും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാമം മൈതാനിയിൽ നവകേരള സദസ്സിനായി സജ്ജീകരിച്ചിരിക്കുന്ന പന്തലിൽ സദസ്സ് സംഘടിപ്പിക്കും. ചരിത്രത്തിലെ ഒരു സംഭവമായി മാറുന്ന അവസ്ഥയിലേക്കാണ് ഈ നവകേരള സദസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയ ഒരു സർക്കാരിൻ്റെ പരിച്ഛേദമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബിക, ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി ചെറുപുഷ്പ ജ്യോതി, കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ BP മുരളി, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S കുമാരി, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ R രാമു, മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ A നഹാസ്, തഹസീൽദാർ ശ്രീ T വേണു എന്നിവരും നവകേരള സദസ്സിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. നവകേരള സദസ്സ് നമ്മളാരും ഇന്നലെ വരെ അനുഭവിച്ചറിയാത്ത ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരിൻ്റെ സന്ദേശം ആളുകളാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം 250ഓളം വാഹനങ്ങൾ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായി ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളാകെ സ്പോൺസർമാരായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ജനങ്ങൾ തന്നെ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നവ്യ അനുഭവമാണ്. എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, പരാതികൾ ഉൾപ്പെടെയുള്ള, അപേക്ഷകൾ ഉൾപ്പെടെയുള്ള പൊതുവികസന പ്രവർത്തനങ്ങളാകെ ഏറ്റെടുത്തുകൊണ്ട് ആറ്റിങ്ങലിൻ്റെ ഒരു പുതിയ നവ്യാനുഭവമായി നമ്മുടെ നവകേരള സദസ്സ് മാറുകയാണ്. മണ്ഡലാടിസ്ഥാനത്തിൽ സംഘാടക സമിതി വളരെ വിപുലമായ രീതിയിൽ രൂപീകരിച്ചിട്ടുള്ളതും 9 സബ് കമ്മിറ്റികൾ അതിന് അനുബന്ധമായി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് 9 പഞ്ചായത്തിലും നഗരസഭയിലും നമ്മൾ പഞ്ചായത്ത് തല സംഘാടക സമിതികളും സബ് കമ്മിറ്റികളും രൂപം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പരസ്യ പ്രചരണാർത്ഥം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എല്ലാ ജനങ്ങളിലും എത്തണം. ജനങ്ങൾക്ക് സർക്കാരിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ നിവേദനം വഴി സർക്കാരിൽ സമർപ്പിക്കാൻ അവസരമുണ്ട്. അപ്പോൾ അത് എല്ലാ ജനങ്ങളിലും അറിവിലേക്കായി ജനങ്ങൾക്ക് അറിവ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ വീട്ടുമുറ്റ യോഗങ്ങൾ പഞ്ചായത്ത് തലത്തിൽ 3-4 പ്രാവശ്യം കൂടുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, എന്റെ വാർത്തകൾ ലൈവ് 5.1 ആറ്റിങ്ങൽ.